ഹലോ ഗൈസ്, വെൽക്കം ടു ട്രാവൽ പബ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാമല്ലോ, ഐഫോൺ 11 ആണ്. അപ്പോൾ ഇതല്ല അൺബോക്സ് ചെയ്യുന്നത്, നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് വന്നേക്കുന്ന ഒരു കൺസീൽഡ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കവറിലാണ്. ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ സൗദി അറേബ്യയിൽ എന്ന് പറഞ്ഞാൽ 5700 റിയാൽ, ഏകദേശം 1,10,10,000 റേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്നവർ ഇത് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാ വട്ടത്തെയും പോലെ ഐഫോൺ ഈ വട്ടം പ്ലാസ്റ്റിക് ഇല്ലാതാണ് നോക്കുന്നത്. പ്ലാസ്റ്റിക് നോക്കണ്ട, ഇത് മേടിച്ച ഈ വെബ്സൈറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് കേസിൽ കവറായി വന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഐഫോൺ വരുന്നത്. ഫുള്ളി പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പ്ലാസ്റ്റിക് തീരെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ മിഡിൽ ഈസ്റ്റ് വേർഷനാണ്. ഐഫോൺ 13 Pro Max serra blue 256 ആണ്. അപ്പോൾ നമുക്കിത് തുറക്കാം. അപ്പോൾ സീല് തുറന്നു. ഇത് രണ്ടും പേപ്പേഴ്സ് വലിച്ചു കീറിയാൽ പിന്നെ ലോക്ക് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതാണ് ഐഫോൺ 13 Pro Max serra blue. എനിക്ക് കളറ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് തന്നെ ഓർഡർ ചെയ്തത്. വേറെ ഗ്രാഫൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഗോൾഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സിൽവറും വരുന്നുണ്ട്. ഈ 4 ഓപ്ഷൻസാണുള്ളത് കളറിൽ. ഈ മിഡിൽ ഈസ്റ്റിൽ ഇതാണ്, വേറെ വെളിയിൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം അകത്തെന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരു ചാർജിങ് കേബിളുണ്ട്, ചാർജറില്ല, അത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്, ഒരു 20 വാട്ട്സിൻ്റെ. പിന്നെ വരുന്നത് ഒരു ബുക്ക്ലെറ്റ്, അതിനകത്ത് ഒരു ആപ്പിളിൻ്റെ ലോഗോ ആണ്. പിന്നെ അതിൻ്റെ അക്സസറീസ്, ഒരു സിം ഇജക്റ്റിംഗ് ടൂൾ, അക്സസറീസ് അല്ല, സിം ഇജക്റ്റിംഗ് ടൂളുണ്ട്. പിന്നെ അതിൻ്റെ മാനുവലും കാര്യങ്ങളാണ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ അറബിക്, പിന്നെ വേറെ ഏതൊരു രാജ്യത്തെങ്ങളുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്തുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. 11 Pro തൊട്ട് ഈ ഒരു സംഭവം തന്നെയാണ് വരുന്നത്. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ചാർജറില്ല. പിന്നെ 11 Proയിൽ നമുക്ക് ഹെഡ്സെറ്റ് കിട്ടുമായിരുന്നു, ഇപ്പോൾ ഇതിൽ ഹെഡ്സെറ്റും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ചിലർ പറയുന്നത് ബോക്സ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ബോക്സിനകത്ത് മക്സേപ്പും, ബോക്സ് തുറപ്പല്ല പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് ഫേക്കാണ്, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഫോണിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഫോണിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ബോഡി കോമൺ ആണ്. ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ ഷാർപ്പ് എഡ്ജസ് ആണ്. ഇപ്പോൾ സൈഡിൽ പവർ ബട്ടൺ വരുന്നുണ്ട്, പിന്നെ ആ സൈഡ് ഫുള്ള് പ്ലെയിൻ ആണ്. പിന്നെ ഇപ്പോഴത്തെ സൈഡ് വരുമ്പോഴത്തേന് സൈലൻറ്റ് ബട്ടൺ ഉണ്ട്, പിന്നെ വോളിയം ബ്രോക്കേഴ്സ് ഉണ്ട്, സിം ട്രേ ഉണ്ട്, സിംഗിൾ സിമ്മും പിന്നെ ഇ സിമ്മും ആണ്. താഴെ ചാർജിങ് ഇതുണ്ട്, പോർട്ടുണ്ട്, പിന്നെ മൈക്ക് ഇപ്പോഴത്തെ സൈഡിൽ വരുന്നതാണ് സ്പീക്കർ. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 120 Hz ഡിസ്പ്ലേ ആണ്. എന്നെ കാണുന്നുണ്ട്, അത്രയ്ക്ക് ഒരു ഗ്ലോസി ടൈപ്പാണ് ഡിസ്പ്ലേ വരുന്നത്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 12 Pro Maxലാണ്. അപ്പോൾ നമുക്കിത് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഐഫോൺ 13 Pro Maxൽ ഇവരിപ്പം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് 120 Hz ഡിസ്പ്ലേ വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. സാംസങ്ങിലൊക്കെ അതിന് മുമ്പേ ഉണ്ടായിരുന്നു. പിന്നെ 13 Pro Max ഒരു ഓപ്ഷൻ ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിനിമാറ്റിക് മോഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമാറ്റിക് മോഡ്, ആ ഒരു കാരണം കൊണ്ടാണ്. പിന്നെ 12 Pro Maxനേക്കാളിലും ബാറ്ററി ബാക്കപ്പ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 3 ക്യാമറ വരുന്നുണ്ട്. ഒന്ന് ടെലിഫോട്ടോ, അൾട്രാ വൈഡ്, പിന്നെ വൈഡ്. ഈ 3 ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട്. സൂമും പിന്നെ സാംസങ്ങിൻ്റെ അത്രയും വരത്തില്ല. GSM അതൊക്കെ അറിയാമല്ലോ, 5G ആണ്. റിലീസായത് സെപ്റ്റംബർ 14, 2021. 12 Pro Max ഇറങ്ങിയത് 2020 ഒക്ടോബർ 13.
അപ്പോൾ ഇത് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് സെയിം ആണ്, ഏതാണ്ട് 1 ഇഞ്ചിൻ്റെ വ്യത്യാസമാണ് ഉള്ളത് ഡിസ്പ്ലേയിൽ. പിന്നെ വെയ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം 12 Pro Max ആണെങ്കിൽ 228 ഗ്രാം ആയിരുന്നുള്ളത്, ഇത് 240 ഗ്രാം ആയിട്ടുണ്ട്. അപ്പം പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് 12 Pro Max ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ സെയിമാണ് 12ഉം ഇതും തമ്മിൽ. ഗ്ലാസ് ഗോറിലയാണ് വരുന്നത്, രണ്ടും ബാക്കും ഗോറില ഗ്ലാസ് തന്നെയാണ്, സൈഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. പിന്നെ സിംഗിൾ സിമ്മാണ് മോസ്റ്റ്ലി. ഡുവൽ സിം വരുന്നത് ചൈന സെറ്റിലാണ്. ചൈന സെറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ചൈന മാനുഫാക്ചർ ചെയ്ത്. പിന്നെ ഇത് മറ്റേത് പഴയതുപോലെ തന്നെ IP68 ടെസ്റ്റ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. ബാക്കി 12 എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്പ്ലേ ആണ്. ഇത് ആദ്യമായിട്ടാണ് iPhone 120 Hz ഡിസ്പ്ലേ ഇറക്കുന്നത്. പിന്നെ ഡോൾബി വിഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി ബാക്കപ്പ് ആപ്പിൾ കൂട്ടിയിട്ടുണ്ട്. 12-നേക്കാളിൽ ഏകദേശം നല്ലൊരു ശതമാനം കൂട്ടിയിട്ടുണ്ട്. 12 എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം 3687 mAh ബാറ്ററി ആയിരുന്നെങ്കിൽ ഇത് വരുന്നത് 4352, അത്രയും വേരിയേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ആണ്, ഏതാണ്ട് 50% ചാർജ് ആവാൻ 30 മിനിറ്റ്സ് ആണ് വരുന്നത്. അത് പക്ഷേ നോർമൽ പഴയ ഇതിൽ തന്നെയാണ്. 12 ഇത് സെയിം ആണ്. പക്ഷേ ഇത് ചാർജ് ചെയ്യണമെങ്കിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചാർജർ ഏകദേശം 27 വാട്ട്സിൻ്റെ ചാർജർ വേണമെന്നാണ്. മറ്റേ iPhone 12 Proയിലൊക്കെ 22 ആണ്, പക്ഷേ നമ്മൾ 20 വോൾട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങളാണ്. പിന്നെ കളർ വരുന്നത് ഇത് 13-ൽ വരുന്നത് ഗ്രാഫൈറ്റ് വരുന്നുണ്ട്, ഗോൾഡ്, സിൽവർ, പിന്നെ ഈ കളറായിട്ടുള്ള സൈറ ബ്ലൂ ആണ്. 12-ൽ വരുന്നത് സിൽവർ, ഗ്രാഫൈറ്റ്, ഗോൾഡ്, ഇത് മൂന്നും ഇതിൻ്റെ കോമൺ കളറാണ്, എല്ലാ ഐഫോണിലും വരുന്നുണ്ട്. അത് കൂടാതെ വരുന്നത് പസഫിക് ബ്ലൂ ആണ് വരുന്നത്. അപ്പോൾ വേറൊരു കമ്പാരിസനാണ്. ഇത് 11 ആണ് ഇരിക്കുന്നത്. അപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് 12 Pro Max ആണ്. അപ്പം ഇതിൻ്റെ ക്യാമറ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും വ്യത്യാസം വരുന്നുണ്ട്, ഇത്രയും വലുപ്പം വരുന്നുണ്ട് ക്യാമറയ്ക്ക്. ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഞാൻ വഴിയെ നിങ്ങൾക്ക് ഒരു യൂസർ റിവ്യൂ തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീഡിയോ സ്റ്റെബിലിറ്റിയും ക്ലാരിറ്റിയും. അപ്പോൾ രണ്ടും ഏകദേശം സെയിം ആണ്, എനിക്ക് വ്യത്യാസമൊന്നും തോന്നിയില്ല. ഇതിൻ്റെ ഇപ്പം ക്യാമറ മറ്റേ സിനിമാറ്റിക് മോഡ് ഉണ്ടെങ്കിലും പക്ഷേ നോർമൽ ക്യാമറ രണ്ടും സെയിം ആണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ സ്ലോ മോഷൻ മോഡാണ്. സ്ലോ മോഷൻ മോഡ് മറ്റേതുപോലെ തന്നെ നോർമലാണ്, എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി ഇതിൻ്റെ 2-3 പിക്ചേഴ്സും കൂടെ ഞാൻ ഇടാം. അപ്പം പഴയ ഐഫോണിൽ നിന്ന് ട്രാൻസ്ഫറിങ് എല്ലാം കഴിഞ്ഞു, സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ഇതിലോട്ട് ട്രാൻസ്ഫർ ആവും എന്നുള്ളൊരു പ്രത്യേകതയാണ്. ഈവൻ ഇത് ഓഫ് ആവുന്നതിനൊരു 2 മിനിറ്റ് മുമ്പ് വരെ ചെയ്ത ചാറ്റ് നമുക്ക് പുതിയ ഫോണിൽ കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ ഷെയർ ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പം ഗൈസ്, ഇതൊക്കെയായിരുന്നു ഒരു അൺബോക്സിങ് വീഡിയോ. അപ്പം ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോകളായിട്ട് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പോരായ്മകളും കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ഗൈസ്. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.